കാര്യങ്ങൾ സ്കൂളിന്റെ ഭാഗമായി തീർന്നിട്ടുള്ളത്. നമുക്ക് അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണോ? ഇന്നലായിരുന്നോ? 21-ാം തീയതിയാണ്. 21-ാം തീയതി അല്ലെ? ജൂൺ 21-ാം തീയതിയാണ് അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്നത്. അതിനു മുമ്പ് തന്നെ നമ്മുടെ പാരമ്പര്യ പൂർവികരായവരെല്ലാവരും തന്നെ ഈ ഒരു വിദ്യ അഭ്യസിക്കുകയും ഏറ്റവും നല്ല ആരോഗ്യത്തോടു കൂടി നല്ല കരുത്തുള്ള മനസ്സോടുകൂടി തന്നെയാണ് നമ്മളെ നയിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ യുവധാര ലൈബ്രറിയുമായി ചേർന്ന് നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്കായിട്ട് ഒരു യോഗ പരിശീലന ക്ലാസ്സാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി നമ്മുടെ സ്കൂൾ അങ്കണത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട HM ആണ്. HMനെ ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യുന്നത് യുവധാര ലൈബ്രറി സെക്രട്ടറി രാജു സാറാണ്. നമ്മുടെ സ്കൂളിന്റെ ഏത് പ്രവർത്തനത്തിനും എപ്പോൾ വേണമെങ്കിലും വിളിച്ചാലേക്ക് ചേരുന്ന ഒരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ നമ്മുടെ യുവധാര നമ്മളവിടെ ലൈബ്രറിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവിടുത്തെ ഗ്രന്ഥശാല പരിചയപ്പെടാനായിട്ട് അദ്ദേഹം ഇതിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ചു വരുന്നു. ഏറ്റവും സ്നേഹത്തോടു കൂടി സാറിനെ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അറിയിക്കാനായി എത്തിച്ചേർന്നിട്ടുള്ളത് യുവധാര വനിതാ വേദിയുടെ ജോയിന്റ് സെക്രട്ടറി സനിത നിതിനാണ്. ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആശംസ അറിയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജാസ്മിൻ ടീച്ചർ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ യോഗാ ദിനത്തില് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം പരിശീലിപ്പിക്കാനായിട്ട് ഒരു മാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട യോഗ പരിശീലക കാർത്തിക മോഹൻ മാമിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഡെമോൺസ്ട്രേഷനായിട്ട് ഇവിടെ ഒരു ആളിരിക്കുന്നുണ്ടോ? അതിനാണെന്നറിയോ? ഇതാണ് ആര്യൻ ശ്രീജിത്ത്. നമുക്ക് ഈ യോഗ കൃത്യമായി പഠിക്കുന്ന കുട്ടിയാണ്. ഈ ആര്യൻ ശ്രീജിത്തായിരിക്കും നമുക്കിവിടെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോ ആര്യനെയും കൂടാതെ സന്നിധാനത്തിനെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ യുവധാര ലൈബ്രറി വൈസ് പ്രസിഡന്റും താരൂർ ലൈബ്രറി കൗൺസിൽ അംഗവുമായ KK ഹരിദാസ് സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിനെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് യോഗ പരിശീലനം നൽകുന്ന കാർത്തിക മോഹൻ, ജാസ്മിൻ ടീച്ചർ, മറ്റ് സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇന്നല്ലായിരുന്നു യോഗാ ദിനം. യോഗാ ദിനം എന്നാ? 21 ജൂൺ 21 യോഗാ ദിനമായി, അന്താരാഷ്ട്ര യോഗാ ദിനമായി ആഘോഷിക്കുന്നത്. എന്താ ജൂൺ 21 എന്നുള്ള ഡേറ്റിൽ ഒരു പ്രാധാന്യമുണ്ട്, അറിയാമോ? എന്താ? യോഗാ ദിനമാണ്. അത് കൂടാതെ നമ്മൾ സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ദൈർഘ്യമേറിയ പകലുള്ള ദിവസവും എന്താണ്? ജൂൺ 21. അപ്പൊ അതുകൊണ്ടാണ് ആ ദിവസം തന്നെ എന്തിനായി തിരഞ്ഞെടുത്തത്? അന്താരാഷ്ട്ര യോഗാ ദിനമായി തിരഞ്ഞെടുത്തത്. ഈ യോഗ ഏത് നാട്ടിലാണ് തുടങ്ങിയത്? ഏത് രാജ്യക്കാരാണ്? ഭാരതീയരാണ് യോഗ തുടങ്ങിയത്. എന്താ യോഗ എന്ന് പറഞ്ഞാൽ? യോഗ എന്ന് പറഞ്ഞാൽ ഒരു പരിശീലനമാണ്. എന്തിന്റെയെല്ലാം? ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും. ഇത് മൂന്നും ശരിയായെങ്കിൽ മാത്രമേ, ഈ 3 ഘടകങ്ങളും ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല കാര്യങ്ങളെല്ലാം ശരിയായി ചെയ്യാൻ പറ്റൂ. അപ്പൊ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഇതെല്ലാം 3 നല്ലതായി വർക്ക് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൃത്യമായി യോഗ നിങ്ങൾ ചെയ്യണം. അതിനുള്ള ഒരു പരിശീലനം കിട്ടും. കൃത്യമായി അത് നിങ്ങൾ ചെയ്യും. പിന്നെ
വർഷത്തെ എല്ലാ വർഷവും യോഗാ ദിനത്തിന് ഒരു സന്ദേശം ഉണ്ടാവും. ഈ വർഷത്തെ സന്ദേശം എന്താണെന്ന് അറിയാമോ? യോഗാ ദിനത്തിന്റെ ഈ വർഷത്തെ പ്രമേയം യോഗ ഫോർ വൺനെസ് വൺ ഹെൽത്ത്. ആരോട് ചോദിച്ചാൽ നമുക്ക് പറയണം ഈ വർഷത്തെ യോഗാ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ വൺനെസ് വൺ ഹെൽത്ത്. ഇത് പറഞ്ഞേ, യോഗ ഫോർ വൺനെസ് വൺ ഹെൽത്ത്. ഇതാണ് ഈ വർഷത്തെ യോഗാ ദിനത്തിന്റെ പ്രമേയം. ഉദ്ഘാടനം ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, മനസ്സിലാക്കുക. പിന്നെ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ശ്രീ രാജേഷ് സാറിനെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, നമുക്കറിയാം ടീച്ചർ യോഗയുടെ പ്രാധാന്യം, യോഗയുടെ ഈ വർഷത്തെ പ്രത്യേകത, ഈ ജൂൺ 21 തന്നെ ആഘോഷിക്കാനുള്ള പ്രത്യേകത എല്ലാം പ്രത്യേകം പറഞ്ഞു. നമുക്കറിയാം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് നമ്മൾ ഈ യോഗയുടെ ഈ ഡെമോൺസ്ട്രേഷൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് പഠന സമയത്താണ് ഒട്ടും പഠന സമയം നഷ്ടപ്പെടാതെ ഇത് നടത്തി തീർക്കണം എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റിട്ടയർമെന്റിന് ശേഷം വളരെ കാര്യക്ഷമമായി ഈ നമ്മുടെ അടുത്ത ലൈബ്രറിയാണ് യുവധാര ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം. ഏകദേശം ഒരു 7000-ഓളം പുസ്തകങ്ങളുമായിട്ടാണ് ഇപ്പോൾ ആ ലൈബ്രറി പ്രവർത്തിക്കുന്നത്. ഒരു വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഒട്ടുമിക്കാറും എല്ലാ ആഘോഷങ്ങളും എല്ലാ പ്രധാനപ്പെട്ട ദിനങ്ങളും നമ്മൾ ആഘോഷിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കൊല്ലവും ഇപ്പോഴും നമ്മളിവിടെ അന്താരാഷ്ട്ര യോഗാ ദിനം കൊണ്ടാടുന്നത്. നമുക്ക് ശനിയാഴ്ച വർക്കിംഗ് ഡേ അല്ലായിരുന്നു, അതുകൊണ്ടാണ് അന്ന് നടക്കാതിരുന്നത്. എല്ലാവരും ഈ യോഗയുടെ പ്രാധാന്യവും യോഗയും നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏറ്റവും വേണ്ടത് ഏകാഗ്രതയാണ്. പഠിക്കാനുള്ള മനസ്സുണ്ടാകണം. മനസ്സ് ഏകാഗ്രതയിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യോഗയിലൂടെ ഏകാഗ്രത നേടാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും യോഗയുടെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ദിവസവും വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ തൊട്ട് ലൈബ്രറിയോട് ചേർന്ന് തന്നെ യോഗ ട്രെയിനിങ് സെന്റർ ഉണ്ട്. കുട്ടികളെ നമ്മുടെ യോഗയുടെ ഡെമോൺസ്ട്രേഷൻ കൂടെ കാർത്തിക ചേച്ചി കുട്ടികൾക്ക് വളരെ തുച്ഛമായ ഫീസിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. മുതിർന്നവർ പഠിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഇപ്പം മുതിർന്ന ചെറിയ കുട്ടി ചേച്ചിയുടെ ഒപ്പം പഠിക്കുന്ന കുട്ടിയാണ് ഈ ഇരിക്കുന്നത്. മോനെയും അതുപോലെ തന്നെ എല്ലാവരെയും ഓർപ്പിച്ചുകൊണ്ട് ഈ യോഗം അല്ലെങ്കിൽ യോഗ ഡേ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. Good morning. Wow, very good. നല്ല എനർജറ്റിക് ആയിട്ടാണ് നിങ്ങളെല്ലാവരും ഇരിക്കുന്നത്. I'm so happy about that. Okay, so എന്റെ പേര് സനിത നിതിൻ. ഞാൻ വനിതാ വേദിയുടെ ജോയിന്റ് സെക്രട്ടറി ആണ്. അത് മാത്രമല്ല ഞാൻ ഒരു യൂസ് കമ്പനിയുടെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പൊ ഇവിടെ ഞാൻ എത്തിയിരിക്കുന്നത് ഞങ്ങൾക്കെല്ലാം യോഗ ദിനത്തിന്റെ ആശംസകൾ അർപ്പിക്കണം വേണം. അപ്പൊ എല്ലാവർക്കും അറിയാം യോഗാ ദിനം എന്നാണെന്ന്. ഓൾറെഡി നിങ്ങളുടെ പ്രിൻസിപ്പൽ മാം പറഞ്ഞു അല്ലേ? എന്നാണ് യോഗാ ദിനം? ജൂൺ 21. ഓക്കെ, വെരി ഗുഡ്. സോ ജൂൺ 21 നമ്മൾ യോഗാ ദിനമായിട്ട്, അത് നമ്മുടെ ഒരു നാഷണൽ അല്ല, ഇന്റർനാഷണൽ, അതായത് അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ടാണല്ലേ നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ യോഗ എന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? ആദ്യം പറയാം. ഇവിടെ നിങ്ങളുടെ ഗിരിജമ്മ ഓൾറെഡി ഹിന്ദി തന്നായിരുന്നു, പറയാവോ? യോഗ എന്ന വേർഡിന്റെ അർത്ഥം, അതൊരു സംസ്കൃത പദമാണ്. അതിന്റെ അർത്ഥം ഏകീകരണം അഥവാ കോർഡിനേഷൻ എന്നാണ്. എന്തിന്റെയൊക്കെ കോർഡിനേഷൻ? നമ്മുടെ സോൾ, ബോഡി ആൻഡ് മൈൻഡ്, അതായത്
15 നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് UN എന്ന് പറയുന്ന സംഘടനയാണ് യോഗ ദിനത്തിന് നമുക്കൊരു ഇന്റർനാഷണൽ യോഗ ഡേ ആയിട്ട് ആചരിച്ചു തുടങ്ങിയത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതിന്റെ പിന്നിൽ. അപ്പൊ പുള്ളി ട്രൈ ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ ഭാരതത്തിന്റെ യോഗാ ദിനം അതൊരു ഇന്റർനാഷണൽ വേൾഡ് വൈഡ് ആയിട്ട് അത് ജൂൺ 21 നമ്മൾ ആചരിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ ചോദിക്കില്ലേ, നമ്മള് യോഗ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ? ആർക്കെങ്കിലും പറയാമോ? എന്തൊക്കെ ഗുണങ്ങളാണെങ്കിലും കുട്ടികൾക്ക് കിട്ടുക? പറയും. എന്താന്ന് വെച്ചാല് നിങ്ങൾ കുട്ടികളാണല്ലേ, അപ്പൊ നിങ്ങൾ കുട്ടികൾ എല്ലാ ദിവസവും സ്കൂളിൽ നിങ്ങൾ പഠിക്കും, നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മെമ്മറിയിൽ ഫീൽ ചെയ്യണ്ടേ, എല്ലാം മെമ്മറിയിൽ ഓർത്ത് വെക്കണ്ടേ? അപ്പൊ ഓർമ്മ ശക്തിക്ക് നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു അരമണിക്കൂർ യോഗ ചെയ്ത് കഴിഞ്ഞാല് ആ യോഗയുടെ പവർ കിട്ടും, ആ എനർജി ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് കിട്ടും. അതുവഴി നിങ്ങളുടെ കോൺസെൻട്രേഷൻ, നിങ്ങളുടെ ഓർമ്മശക്തി ഇതെല്ലാം ഇമ്പ്രൂവ് ആവും. പിന്നെ അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാവുന്ന ഒരു വ്യായാമമാണ് യോഗ എന്ന വേർഡിന്റെ അർത്ഥം. അതൊരു സംസ്കൃത പദമാണ്. അതിന്റെ അർത്ഥം ഏകീകരണം അഥവാ കോർഡിനേഷൻ എന്നാണ്. എന്തിന്റെയൊക്കെ കോർഡിനേഷൻ? നമ്മുടെ സോൾ, ബോഡി ആൻഡ് മൈൻഡ്, അതായത് ആത്മാവിന്റെയും ശരീരത്തിന്റെയും ബോഡിയും നമ്മുടെ മനസ്സിന്റെയും കോർഡിനേഷൻ, ഏകീകരണമാണ് യോഗ. ആ ഒരു സംസ്കൃത പദത്തിൽ നിന്നാണ് യോഗ എന്ന വേർഡ് ഉണ്ടായത്. നമ്മൾ എത്ര വർഷമായി ഈ ഇന്റർനാഷണൽ യോഗ ഡേ ആചരിച്ചു തുടങ്ങിയിട്ട്? ആർക്കെങ്കിലും അറിയാമോ എന്നാണ് നമ്മൾ ഇന്റർനാഷണൽ യോഗ ഡേ ആചരിച്ചു തുടങ്ങിയത്? 2015 നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് UN എന്ന് പറയുന്ന സംഘടനയാണ് യോഗ ദിനത്തിന് നമുക്കൊരു ഇന്റർനാഷണൽ യോഗ ഡേ ആയിട്ട് ആചരിച്ചു തുടങ്ങിയത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതിന്റെ പിന്നിൽ. അപ്പൊ പുള്ളി ട്രൈ ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ ഭാരതത്തിന്റെ യോഗാ ദിനം അതൊരു ഇന്റർനാഷണൽ വേൾഡ് വൈഡ് ആയിട്ട് അത് ജൂൺ 21 നമ്മൾ ആചരിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ ചോദിക്കില്ലേ, നമ്മള് യോഗ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ? ആർക്കെങ്കിലും പറയാമോ? എന്തൊക്കെ ഗുണങ്ങളാണെങ്കിലും കുട്ടികൾക്ക് കിട്ടുക? പറയും. എന്താന്ന് വെച്ചാല് നിങ്ങൾ കുട്ടികളാണല്ലേ, അപ്പൊ നിങ്ങൾ കുട്ടികൾ എല്ലാ ദിവസവും സ്കൂളിൽ നിങ്ങൾ പഠിക്കും, നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മെമ്മറിയിൽ ഫീൽ ചെയ്യണ്ടേ, എല്ലാം മെമ്മറിയിൽ ഓർത്ത് വെക്കണ്ടേ? അപ്പൊ ഓർമ്മ ശക്തിക്ക് നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു അരമണിക്കൂർ യോഗ ചെയ്ത് കഴിഞ്ഞാല് ആ യോഗയുടെ പവർ കിട്ടും, ആ എനർജി ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് കിട്ടും. അതുവഴി നിങ്ങളുടെ കോൺസെൻട്രേഷൻ, നിങ്ങളുടെ ഓർമ്മശക്തി ഇതെല്ലാം ഇമ്പ്രൂവ് ആവും. പിന്നെ അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാവുന്ന ഒരു വ്യായാമമാണ് യോഗ. അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചാല് നമ്മൾ സാധാരണ ഒരു ജിമ്മിൽ പോകുന്നതും യോഗ ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരു ജിമ്മിൽ പോകുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ നമ്മുടെ മസിൽസ് ബിൽഡ് ചെയ്യുകയാണ് ചെയ്യാം. പക്ഷെ നമ്മൾ യോഗയാണ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ കോൺസെൻട്രേഷൻ, ഞാൻ പറഞ്ഞില്ലേ, കോൺസെൻട്രേഷൻ നമ്മുടെ ഓർമ്മശക്തി കൂട്ടുന്ന പോരാതെ നമ്മുടെ സ്ട്രെസ്സിൽ, നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് സ്ട്രെസ്, നമ്മുടെ പ്രായമുള്ളവരാണെങ്കിലും കുട്ടികളാണെങ്കിലും പല കാര്യത്തിലും നമ്മൾ സ്ട്രെസ്ഡ് ആണ്. ചിലപ്പോൾ ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസ് ആവാം, പഠനത്തിലുള്ള ബുദ്ധിമുട്ടുകളാവാം, അല്ലെങ്കിൽ ഹെൽത്ത്, ഫിനാൻസ്, എന്ത് രീതിയിലുള്ള സ്ട്രെസ് നമ്മുടെ ലൈഫിലുണ്ട്. മുതിർന്നവരായാലും ചെറിയ കുട്ടികളായാലും ഈ സ്ട്രെസ് റിലീഫിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യായാമമാണ് യോഗ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ആശംസകൾ അർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ജൂൺ 21 ശനിയാഴ്ച ആയതുകൊണ്ടാണ് യോഗയുടെ പരിപാടികളൊക്കെ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി വെച്ചത്. അപ്പൊ യോഗയുടെ കുറെ ഗുണങ്ങളെ പറ്റിയിട്ട് എല്ലാവരും ഇവിടെ പറയുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത രാജസാറിനെ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. രാജസാറ് ഏകദേശം എനിക്ക് ജോലി കിട്ടിയിട്ട് ഒരു 6 വർഷം. ഞാൻ സ്കൂളിൽ ജോലി വെച്ചുള്ള സ്കൂളിലാണ് എനിക്ക് ജോലി കിട്ടിയത്. ഞാൻ അവിടെ ചെന്നപ്പോൾ സാറ് റിട്ടയർഡ് ആയതാണ്. അതുകൊണ്ട് 6 വർഷമായിട്ടും സാറ് എത്ര യങ്ങായിട്ടാണ് ഇരിക്കുന്നത്.
കാരണം എന്താണ്, യോഗയുടെ പവറാണ്. ഇതിലും വലിയ ഉദാഹരണം നമുക്ക് കാണിക്കാനില്ല. അപ്പൊ അതുപോലെ നമ്മുടെ പ്രായവും ഇതെല്ലാം കുറയ്ക്കാനും എല്ലാത്തിനും നമ്മുടെ മനസ്സും ആരോഗ്യവും എല്ലാം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്താണ് യോഗ ചെയ്യണം. നമ്മള് ഇപ്പൊ സരിതാനിധി പറഞ്ഞോളെ ഇപ്പൊ ജിംനേഷ്യത്തിൽ പോകണം. ജിംനേഷ്യത്തിൽ പോയാൽ മാസം നമുക്ക് എത്ര രൂപയാണ് ചെലവാകുന്നത്? എന്നാലും നമുക്ക് ബോഡി 18 വയസ്സ് കഴിയണവർക്ക് മാത്രമാണ് ജിംനേഷ്യത്തിൽ പോയിട്ട് കൂടുതൽ ഭാരമുള്ള വെയിറ്റൊക്കെ എടുത്ത് പൊക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് ഏറ്റവും എല്ലാവർക്കും അനുയോജ്യമായ ഒന്നാണ് യോഗ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും സ്ട്രെസ്സാണ്, പഠിച്ചാൽ കിട്ടില്ല, അങ്ങനെ പല പല പ്രശ്നങ്ങളും. ഇതിനെല്ലാം ഒരു മാർഗം എന്താണ്? യോഗ ചെയ്തത്. അപ്പൊ നമുക്ക് ഇന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഇന്ന് പരിശീലിപ്പിക്കാൻ കാർത്തിക മോഹൻ കുറച്ച് നമുക്ക് പരിശീലനം നൽകും. നമ്മളെ ഇനി ദിവസവും എന്ത് ചെയ്യണം? ഒരു 15 മിനിറ്റ് രാവിലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടിയില്ല വൈകിട്ട്, ഏത് സമയത്താണെങ്കിലും ഒരു 15 മിനിറ്റ് ഇത് ചെയ്യണ യോഗ ഒന്നുകൂടി ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടണില്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ എല്ലാവരും തന്നെ അത് കാണുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് വന്ന് ചോദിച്ചാലും അവര് പറഞ്ഞു തരും. അല്ലെങ്കിൽ യൂട്യൂബിൽ എങ്ങനെയായാലും ഒരു 15 മിനിറ്റെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം യോഗയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച് നോക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ച് യുവതാര ലൈബ്രറി നമുക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ലൈബ്രറിയില് നമുക്ക് ലൈബ്രറി സന്ദർശനം നടത്തുന്നുണ്ട്. ഇപ്പൊ യോഗ ഡേ ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പരിശീലനം നൽകുന്നു. പിന്നെ ലഹരിമുക്ത കാര്യവുമായി ബന്ധപ്പെട്ട് അതിനും ഒരു ക്ലാസ് ഒക്കെ തരുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് യുവതാര ലൈബ്രറി ചെയ്തു തരുന്നുണ്ട്. അപ്പൊ അവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് ഒത്തിരിയായിട്ട് ശ്രമിക്കുന്നതുകൊണ്ട് അവർക്കും ആശംസകൾ. പിന്നെ ഈ പരിപാടി ഏറ്റവും ഭംഗിയായി നടക്കുന്നതിന് വേണ്ടി എല്ലാവിധ ആശംസകളും നന്ദി. യോഗയെ കുറിച്ച് കുറെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ നിങ്ങൾ എന്തിനായിട്ട് നിൽക്കുന്നത്? യോഗ പരിശീലിക്കാനാണ് അല്ലേ? അപ്പൊ അതിനായിട്ട് കാർത്തിക മോഹനെ ക്ഷണിക്കും. തുടങ്ങാം നമുക്ക് യോഗ. നമുക്ക് ആദ്യം ഒരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. അതിന് നമ്മുടെ ചെരുപ്പൊന്ന് നിങ്ങൾ അടിച്ച് അവിടെ തന്നെ വെച്ചോളൂ. ചെരുപ്പിട്ട് ചെയ്യാം. അവിടെ അടുത്ത് വെച്ചാൽ നമുക്കൊരു പ്രാർത്ഥന ചൊല്ലാം. എല്ലാവരും കൂടി ഏറ്റുവെക്കണം കേട്ടോ. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതംഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. റെഡിയാണോ എല്ലാവരും? അപ്പൊ യോഗ ചെയ്യാൻ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണല്ലേ നിൽക്കുന്നത്. നമുക്ക് യോഗ ആസനാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു
ചെറിയൊരു വാമപ്പ് തുടങ്ങാം. അപ്പൊ ഒന്ന് കൈ കാലമൊക്കെ ഒന്ന് നമ്മുടെ ഒന്ന് എനർജറ്റിക് ആവണമെങ്കിൽ ചെറിയൊരു വാമപ്പ് ചെയ്യാം. അപ്പൊ ഇവരിവിടെ സനിതയും ആര്യനും വാമപ്പ് കാണിക്കും. നിങ്ങൾ അതുപോലെ ചെയ്യണം കേട്ടോ. അത് നോക്കി ചെയ്യണേ. കൈകൾ കൊണ്ട് വാമപ്പ് ചെയ്യാം. റൊട്ടേഷൻ, കൈ റൊട്ടേഷൻ, അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, കാല് വെച്ച് റൊട്ടേറ്റ് ചെയ്യാം. ഒരു കാല് വെച്ചിട്ട് ഒരു സർക്കിൾ വരച്ച എല്ലാവരും സർക്കിൾ വരയ്ക്കാം. തിരിച്ചൊരു സർക്കിളിലേക്ക് വരാം. ഓക്കെ, അപ്പുറത്തെ കാല് കൊണ്ട് ഒരു സർക്കിൾ വരച്ച് ഒരു വൃത്തം വരയ്ക്കൂ. തിരിച്ചു കാല് വെച്ചിട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. രണ്ട് കാലും അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. എല്ലാവർക്കും കിട്ടുന്നില്ലേ? കാണാൻ പറ്റുന്നില്ലേ എല്ലാവർക്കും? ഓക്കെ, ഈ കാല് പതുക്കെ ഒന്നും ആട്ടി കൊടുത്തേ. പതുക്കെ മുട്ടാണ്ട്, പരസ്പരം മുട്ടാണ്ട് പതിയെ. രണ്ട് കാലും ആവർത്തിക്കാം. ഓക്കെ, രണ്ട് കാര്യം നമുക്ക് കഴുത്ത് വെച്ചൊരു റൊട്ടേറ്റ് ചെയ്യാം. പതുക്കെ പതുക്കെ ചെയ്യണം. കണ്ണുകൾ അടച്ച് കഴുത്ത് വെച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ചും റൊട്ടേറ്റ് ചെയ്യണം. പതുക്കെ ഷോൾഡർ, ഷോൾഡർ വെച്ചൊന്ന് ബാക്കിലേക്ക് 3 പ്രാവശ്യം, ഫ്രണ്ടിലേക്ക് 3 പ്രാവശ്യം. ഹിപ്പ് വെച്ച് ചെയ്യാം. ഹിപ്പിന് കൈ വെച്ച് എല്ലാവരും റൊട്ടേറ്റ് ചെയ്യും. ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ്. തിരിച്ചു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അല്ലേ? നമ്മൾ നല്ല രസമുണ്ടല്ലേ? ഇഷ്ടമായ എല്ലാവർക്കും? കാല് വെച്ചിട്ടൊന്ന് ചെയ്ത് ബ്രീത്ത് എടുത്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നമ്മൾ ഈ കൈ ഉയർത്തിയിട്ട് ഒന്ന് കറക്കി കൊടുത്തതിന് കൈ ഉയർത്തിയിട്ട് 3 പ്രാവശ്യം കറക്കി. വെരി ഗുഡ്. തിരിച്ചു, തിരിച്ചു. അടുത്ത കൈയിലും ആവർത്തിക്കാം. കൈ കുറച്ച് നാളെ ആവശ്യമുണ്ട്. നമ്മൾ കൈ എഴുതണ്ടേ? ഒന്ന് ജമ്പ് ചെയ്ത് എല്ലാവരും. 1 2 3 4 5 6 7 8 9 10. വെരി ഗുഡ്. സിറ്റപ്പ് ചെയ്യാം. സിറ്റപ്പ് 1 2 3 4 5 6 7 8 9 10. മതിയോ സിറ്റപ്പ്? ഇനി വേണോ ആർക്കെങ്കിലും? കൂടുതൽ വേണോ? വേണ്ടല്ല. സ്കിപ്പ് ആർക്കാ വേണ്ടേ? സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് ചെയ്യാനുള്ളത് ആർക്കെങ്കിലും ചെയ്തേ. സ്കിപ്പ് ചെയ്തേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. വെരി ഗുഡ്. മതിയല്ലോ? ഒന്ന് ശരീരം കഴിഞ്ഞോ? ഒരു ബ്രീത്ത് കൂടി എടുത്തേ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഒന്നുകൂടെ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നമുക്ക് യോഗയിലേക്ക് കിടക്കാം. നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എല്ലാം ഒന്നും പഠിക്കാൻ പറ്റില്ല. നമുക്ക് നിന്നുകൊണ്ടുള്ള കുറച്ച് ആസനാസം കാണിച്ചു തരാം. ഓക്കെ, തുടങ്ങാം. നമുക്ക് യോഗയിലേക്കാണ് കിടക്കുക. നമ്മൾ യോഗ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് വാമപ്പ് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട്. താടാസൻ ചെയ്യാം കേട്ടോ. താടാസൻ, താടാസൻ. ഇവര് ചെയ്യുന്നത് നോക്കി ചെയ്യണം കേട്ടോ. ബ്രീത്ത് ഇൻ, അവിടുന്ന് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്.
ശ്വാസം എടുത്തും വിടുക. ശ്വാസം എടുക്കുക, വിടുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓക്കെ, റിലാക്സ്. സ്റ്റാൻഡിങ് ചക്രാസൻ. ഷോൾഡറിൽ വെച്ചു, കൈ ബെൻഡ് ചെയ്തു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ശ്വാസം എടുത്തും വിട്ടുകൊണ്ടിരിക്കും. അടുത്ത കൈ എടുത്ത് ഷോൾഡറിൽ എവിടെ കൈ വെച്ചു, മലർത്തി. ബ്രീത്ത് എടുത്തു, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഔട്ട്. അവിടെ നിന്ന് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓക്കെ, വൃക്ഷാസൻ, ട്രീ പോസ്. വൃക്ഷാസൻ ഇവർ ചെയ്യുന്നത് നോക്കി നിങ്ങൾ ചെയ്യാം കേട്ടോ. വൃക്ഷാസൻ. ഒരു കാലെടുത്ത് മറ്റേ കാലിന് കൈ വെച്ച് സപ്പോർട്ട് ചെയ്യാം. രണ്ട് കൈയും മുകളിലേക്ക്. അവർ ചെയ്യുന്ന പോലെ നോക്കി ചെയ്യാം കേട്ടോ. ശ്വാസം എടുത്തും വിടുക. ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് മാത്രം നോക്കി നിൽക്കാം. ശ്വാസം എടുത്തും വിടുക. സംസാരിക്കരുത് ആരും. റിലാക്സ്. അടുത്ത കാലിലും ആവർത്തിക്കാം. നമ്മുടെ കൈ കൊണ്ട് കാലെടുത്ത് വെച്ചു. ഒരു പോയിന്റിലേക്ക് മാത്രം നോക്കി നിന്നു. ശ്വാസം എടുത്തും വിടുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കിട്ടിയോ എല്ലാവർക്കും? വൃക്ഷാസനം ചെയ്യും. ഓക്കെ, റിലാക്സ്. വൃക്ഷാസനം ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്നറിയോ? നല്ല കോൺസെൻട്രേഷൻ കിട്ടും, നല്ല സ്ട്രെങ്ത് ഉണ്ടാവും. നമുക്ക് പഠിക്കാനൊക്കെ നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാവും. അതായത് അവിടെ നിന്നിട്ട് ഒരു പോയിന്റിലേക്ക് മാത്രം നോക്കി നിൽക്കണം. ശ്വാസം എടുത്തും വിട്ടും. ഓക്കെ, അടുത്തത് പറയട്ടെ. പാദഹസ്താസൻ. പാദം കൊണ്ട് ഹസ്തത്തിനെ തൊടുന്നു. ബ്രീത്ത് ഇൻ എടുത്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് കൈ മുട്ടിക്കുക. ശ്വാസം എടുത്തും വിടുക. ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. കിട്ടിയോ? പാദത്തിനെ ഹസ്തം കൊണ്ട് പിടിക്കുന്നു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. അവിടുന്ന് ശ്വാസം എടുത്തും വിടുന്നു. ഓക്കെ, അർദ്ധചക്രാസൻ. ബാക്ക് ബെൻഡ് ചെയ്യുക. ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്ത് ബാക്കിലേക്ക്. ശ്വാസം എടുത്തിട്ട് ബാക്കിലേക്ക്. ശ്വാസം എടുത്ത് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. വെരി ഗുഡ്. ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും പറ്റും ഇത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാണ്. ഓക്കെ, അടുത്തത് ത്രികോണാസൻ, ട്രയാങ്കിൾ പോസ്. ഷോൾഡറിലെവിടെ കൈ വെക്കണം. അങ്ങനെ ചരിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യാം. ഇവര് ചെയ്യുന്ന പോലെ കാണുക കേട്ടോ. ത്രികോണാസൻ. ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് എടുത്തിരിക്കുക കേട്ടോ. രണ്ട് വശത്തേക്ക് ട്രയാങ്കിൾ പോസ് ചെയ്യാം. രണ്ട് വശത്തേക്ക് റൂഫിലേക്ക് നോക്കാം. മുകളിലേക്ക് നോക്കി ശ്വാസം എടുത്ത് വിടുക കേട്ടോ. ഓക്കെ, കിട്ടിയോ എല്ലാവർക്കും? കിട്ടി. ഇനി വീരഭദ്രാസൻ. ഇവര് കാണിച്ചു തരും, അതുപോലെ കണ്ടോട്ടെ. കാല് വെക്കുന്നത് നോക്കിക്കോളൂ. വീരഭദ്രാസനത്തിന് കാല് ഫ്രണ്ടിൽ വെച്ചു. സൈഡിലേക്ക് തൊഴുതു നിന്നു. ഫ്രണ്ടിലേക്ക് വന്നു. ഒരു കാല് മടക്കി മുകളിലേക്ക്. വീരഭദ്രാസൻ. സംസാരിക്കാൻ പാടില്ല കേട്ടോ. വീരഭദ്രാസൻ. രണ്ട് സൈഡിലേക്ക് ആവും. ഇപ്പുറത്തേക്കും ആവും, ഈ സൈഡിലേക്ക് ആവും. ശ്വാസത്തെ ശ്രദ്ധിച്ച് ശ്വാസം എടുത്തു വിടാനേ പാടുള്ളൂ. സംസാരിക്കരുത്. സംസാരിക്കാണ്ട് നിൽക്കണം കേട്ടോ. നമ്മൾ യോഗ ചെയ്യുന്ന ആൾക്കാരല്ലേ, നമ്മൾ നല്ല ഇതായിട്ട് നിൽക്കണം. സംസാരം വേണ്ട കേട്ടോ. ഓക്കെ, അടുത്തത് പറയട്ടെ. നടരാജാസൻ. നടരാജാസൻ. നടരാജാസൻ ചെയ്യാം. നടരാജാസൻ. രണ്ട് കാലിലാണ്. വീടെടുത്ത ആരും പുറത്തേക്ക് വിടല്ലേ. നടരാജാസൻ. വെരി ഗുഡ്. നടരാജാസൻ. വീടെന്തായാലും വീടാണ്. പിരമിഡ് പോസ്.
പിരമിഡ് പോസിൽ നിൽക്കാൻ പറ്റുന്നവർ നിൽക്കുക. ശ്വാസം എടുത്ത് വിടുക. അപ്പുറത്തും ആവർത്തിക്കുക. അപ്പൊ നമ്മുടെ നിന്നോണ്ടുള്ള യോഗ ആസനാസാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിന്നോണ്ടുള്ളത് കുറച്ച് നമുക്ക് ക്ലാസ്സും കളയാൻ പറ്റില്ല, പക്ഷെ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ യോഗയും അഭ്യാസങ്ങളും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ആര്യൻ ഇവിടെ ഇരുന്നും കൊണ്ട് കുറച്ച് യോഗാസനം നിങ്ങളെ കാണിച്ചു തരും, നിങ്ങൾ കണ്ടാൽ മതി. ആര്യൻ പത്മാസനത്തിലിരുന്നോ? പത്മാസൻ ലോട്ടസ് പോസിൽ ഇരുന്നോളൂ. ഇരിക്കും. ലോട്ടസ് പോസ്. വജ്രാസൻ. വജ്രാസൻ. വജ്രാസനത്തിലിരിക്കുക. കൈ രണ്ടും തൊടയെന്ന് വെച്ച് ശ്വാസം എടുത്തും വിട്ടും ഇരിക്കുക. ഓക്കെ. സുപ്തവീര്യാസൻ. സുപ്തവീര്യാസൻ. ഒന്ന് ക്ലാപ്പ് ചെയ്തേ മക്കളെ. നേരെ പോലെ. ഹലാസൻ. ഹലാസനത്തിൽ പോവാം. വെരി ഗുഡ്. ചക്രാസൻ. ഭുജംഗാസൻ. ഭുജംഗാസൻ. കിടന്നു. ഭുജംഗാസൻ. ഓക്കെ. ആശംസ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. നമുക്ക് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കിത് നിങ്ങൾക്ക് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള യോഗകളാണ് നിന്നും കൊണ്ടുള്ളത് കാണിച്ചത്. അതിനകത്ത് നിങ്ങൾ വൃക്ഷാസൻ, താടാസനൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ബ്രീത്തും കൂടി ഞങ്ങളെടുത്ത് കാണിച്ചു തരാം. ബ്രീത്തും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ വീട്ടിൽ. ഓക്കെ. ബ്രീത്തും കൂടി എടുത്തിട്ട് നമുക്ക് ഈ യോഗയുടെ പരിപാടി അവസാനിക്കാം. ബ്രീത്ത് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നിൽക്കുക. ഇവര് കാണിച്ചു തരും എങ്ങനെ ബ്രീത്ത് എടുക്കണേ കേട്ടോ. ശരിയാ? ബ്രീത്ത് എടുക്കേണ്ട വിധം സരിത മാം കാണിച്ചു തരും. എല്ലാവർക്കും ചെയ്യാം കേട്ടോ. ഇരുന്നും കൊണ്ടാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇരിക്കാൻ സ്ഥലം ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നിർത്തുന്നത്. ഇടത് മൂക്കിൽ കൂടി ബ്രീത്ത് എടുക്കാം. ബ്രീത്ത് ഇൻ. വലത് മൂക്കിൽ കൂടി ബ്രീത്ത് ഔട്ട്. ഇടത് മൂക്ക് അടച്ചു വെച്ച് ബ്രീത്ത് ഔട്ട്. വലത് മൂക്കിൽ കൂടി ബ്രീത്ത് ഇൻ. ഇടത് മൂക്കിൽ കൂടി ബ്രീത്ത് ഔട്ട്. വീണ്ടും ഇടത് മൂക്കിൽ കൂടി ബ്രീത്ത് ഇൻ. വലത് മൂക്കിൽ കൂടി ബ്രീത്ത് ഔട്ട്. വീണ്ടും ആവർത്തിക്കാം. 9 പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാം കേട്ടോ. 9 റൗണ്ട്.
ബ്രീത്ത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കഫക്കെട്ട്, ശ്വാസം മുട്ടല്, ആസ്മ, എല്ലാ അസുഖങ്ങൾക്കും ബ്രീത്ത് ഒരുപാടുണ്ട്. ഇത് പോരായിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളൂ. നമുക്ക് യോഗ പരിപാടികൾ ഇതോടെ അവസാനിപ്പിക്കാം. അപ്പൊ യോഗയ്ക്ക് താല്പര്യമുള്ളവര് എല്ലാ ദിവസവും ഈ പറഞ്ഞു തന്നതെല്ലാം ചെയ്യുക. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. നിങ്ങളുടെ കൊച്ചു കൂട്ടുകാരനാണ് ആര്യൻ. ഈ ആര്യന് 1-2 യോഗ മുറകളോട് കാണിച്ചു. ആര്യനോട് നന്ദി. നിങ്ങളുടെ സ്കൂളിന്റെ പേരിൽ, നിങ്ങളുടെ പേരിൽ ഒരു ആര്യനോട് നന്ദി പറയാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ തന്റെ ഇടമുള്ള ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിന്റെ അകത്ത്? അവസാനമായിട്ട് നിങ്ങളെല്ലാവരും ഈ ബുക്കിൽ പേരെഴുതിയിട്ടൊന്ന് ഒപ്പിട്ട് തരണേ. വിളിച്ചു നമ്മളെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും നാണവും പാടില്ല, ഷൈനായാൻ പാടില്ല, ഒരു കാര്യത്തിനും പുറകോട്ട് മാറാൻ പാടില്ല. അവസരം കിട്ടുന്ന സ്ഥലത്ത് ഇടിച്ചു കയറിക്കോളാം. അത് എന്തായാലും എന്ത് പരിപാടിയാണെങ്കിലും ഇടിച്ചു കയറി നിൽക്കണം. എന്നാലേ നമുക്ക് യോഗ പഠിപ്പിച്ചതിന് ആരെങ്കിലും നന്ദി. ഇതുപോലെ യോഗ ചെയ്തു തന്നതിന് ആര്യനും നന്ദി, സനിത ടീച്ചറിനും നന്ദി, കാർത്തിക ടീച്ചറിനും വളരെ നന്ദി. ഇത് ലോകം അറിയണം. എല്ലാവരും നന്നായി യോഗ ചെയ്യണം. യോഗ ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ നന്നാക്കും, നല്ല കോൺസെൻട്രേഷൻ കിട്ടും, നമുക്ക് ഉള്ള ടെൻഷനൊക്കെ പോകും. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട മക്കളെ, വായനാ ദിനത്തിൽ വന്ന് ദേവിക്കുട്ടൻ സാറ് പറഞ്ഞത് കുഞ്ചാട്ടര സ്കൂളിലെ കുട്ടികളെല്ലാം എത്ര മിടുക്കരാണ് ടീച്ചറെ എന്നാണ്. രാജു സാറും ഇത് കേട്ടതാണ്. ഇനി അടുത്ത പരിപാടികളിൽ പറയാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എന്റെ മക്കൾ ഓടി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എനിക്ക് വരില്ലേ? ഉറപ്പായിട്ടും. ഔപചാരികമായ നന്ദി അറിയിക്കുന്നതിനായി സോളി ടീച്ചറെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷ നമ്മുടെ ഗിരിജ ടീച്ചർ, യുവതാര ലൈബ്രറിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന യോഗ ക്ലാസിന്റെ പ്രവർത്തകരായ രാജു സർ, കാർത്തിക മാം, സനിത മാം, നമ്മുടെ കൊച്ചു മുതൽക്കൻ ആര്യൻ, നമുക്ക് യോഗ എന്നാൽ എന്താണെന്നും യോഗ ചെയ്താൽ അതിന്റെ ഗുണങ്ങൾ എന്താണെന്നും വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. ഇനി നമ്മളെ കൊണ്ട് സാധിക്കില്ലേ എന്നും ഒന്നും ചിന്തിക്കുക. തീർച്ചയായിട്ടും വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് യോഗ ചെയ്യേണ്ടത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന് യുവതാര ലൈബ്രറിക്കും അതിന്റെ ഭാരവാഹികൾക്കും ഞങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
നമ്മുടെ യോഗാ ദിനത്തിന്റെ പരിപാടികൾ ഏറ്റവും അധികം കളർഫുൾ ആക്കിയത് നമ്മുടെ ഓരോ കുട്ടികളുമാണ്. അപ്പൊ നമ്മുടെ യോഗാ നടപടികൾ ഇവിടെ അവസാനിക്കും.